ഇത് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ മാളയിൽ ചെയ്യുന്ന 1600 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ സൈറ്റാണത്. 2 നിലകളിലായിട്ട് 4 ബെഡ്റൂം ഉൾപ്പെടുന്ന ഒരു വീടാണ് ഇവിടെ ചെയ്യുന്നത്. 5.5 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1740 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനും ഡിസൈനും ആ വീട് നിർമ്മിക്കുന്നതിനായിട്ട് ഏകദേശം എത്ര ചെലവ് വരും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഞാൻ ഹരി അനുഗ്രാസിന്റെ പരിപാടിയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ വീട്ടിലേക്ക് വരുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ വീടിന്റെ പ്ലാനും അതിന്റെ 3D പ്ലാനൊക്കെ ഒന്ന് കാണാം. ഇത് ഈ വീടിന്റെ 3D പ്ലാനാണ്. ഈ ഭാഗത്തായിട്ട് പോർച്ച് വരുന്നുണ്ട്. ഇവിടെയായിട്ട് സിറ്റ് ഔട്ട് നിന്ന് ഒരു ലിവിംഗ് ഹാളിലേക്കാണ് എടുക്കുന്നത്. ഇവിടെ ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. അടുത്തത് കിച്ചൺ. 2 ബെഡ്റൂമുകൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട്. 2 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ്. ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. ഒരു ഹോം തിയേറ്റർ സ്പേസും വരുന്നുണ്ട്. ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇത് ഈ വീടിന്റെ 2D പ്ലാനാണ്. ഭാഗത്തായിട്ട് പോർച്ച് വരുന്നുണ്ട്. 476 140 സെന്റിമീറ്റർ എന്ന അളവിൽ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. 432 330 സെന്റിമീറ്റർ എന്ന അളവിലാണ് ലിവിംഗ് ഹാൾ വരുന്നത്. 360 330 സെന്റിമീറ്റർ എന്ന അളവിൽ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. 360 330 സെന്റിമീറ്റർ എന്ന അളവിൽ തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഇതായിട്ട് ഡൈനിങ് ഏരിയ 432 390 സെന്റിമീറ്റർ എന്നാണ് വരുന്നത്. ഇതായിട്ട് കിച്ചൺ. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ്. 690 സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. 360 330 സെന്റിമീറ്റർ എന്ന അളവിലാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഇതായിട്ടൊരു ബാൽക്കണി സ്പേസ്, ഒരു ഹോം തിയേറ്ററുമാണ് വരുന്നത്. വീടിന്റെ പ്ലാനും ഡിസൈനുകളും കണ്ടല്ലോ. നമുക്ക് ഈ വീട് നിർമ്മിക്കുന്നതിനായിട്ട് എത്ര ചെലവ് വരും എന്നുള്ളത് നോക്കാം. ഇത് അത്യാവശ്യം ബജറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. ആദ്യമായിട്ട് ഫൗണ്ടേഷൻ, എർത്ത് വർക്ക് 19,000 രൂപയോളം നമുക്ക് സൈറ്റ് ലെവലിങ്ങും അതുപോലെ എർത്ത് വർക്കിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അടുത്തായിട്ട് ഇതിന് വരുന്ന കരിങ്കല്ലിന്റെ വർക്ക് 2,12,000 രൂപയോളം നമ്മൾ ചെലവ് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ബെൽറ്റ് കോൺക്രീറ്റ് 1,19,000 രൂപയും. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ 3,50,000 രൂപയാണ് ചെലവ് നമ്മൾ ഏകദേശം പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തതായിട്ട് അതിൽ വരുന്ന മണ്ണ് ഫില്ല് ചെയ്യുന്നത്, എർത്ത് ഫില്ലിങ് നമുക്ക് മിക്കവാറും സൈറ്റിൽ നിന്ന് തന്നെ മണ്ണ് കിട്ടാറുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ആ ഒരു കോസ്റ്റ് നമുക്ക് ഒഴിവാക്കാം. അല്ല നമ്മൾ പുറമേ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു 56,000 രൂപയോളം നമ്മളതിന് ചെലവ് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. മണ്ണിന്റെ കോസ്റ്റ് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിരിക്കും. അടുത്തതായിട്ട് PCC ഫ്ലോറിങ് 60,000 രൂപയോളം അതിൽ വരുന്നുണ്ട്. അടുത്തത് ബ്രിക്ക് വർക്ക് 5,26,000 രൂപയാണ് ഈ വീടിന്റെ ബ്രിക്ക് വർക്കിന് ചെലവ് നമ്മൾ ഏകദേശം പ്രതീക്ഷിക്കുന്നത്. 2 ലക്ഷം രൂപയോളം ലിൻഡല് അതുപോലെ സൺഷെയ്ഡിനൊക്കെ കോസ്റ്റ് വരുന്നുണ്ട്. റൂഫ് സ്ലാബിന് 4,92,000 രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തായിട്ട് പ്ലാസ്റ്ററിങ് 3,68,000 രൂപ, പെയിന്റിങ് 2,91,000 രൂപ, ടൈൽ വർക്ക് 3,67,000 രൂപ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ് 3,44,000 രൂപ, അതുപോലെ ഡോർസ് ആൻഡ് വിൻഡോസ് 3,45,000 രൂപ. ഇനി അടുത്തായിട്ടൊരു 1.5 ലക്ഷം രൂപയോളം ഇതിന്റെ മറ്റ് വർക്കുകൾ, ഡിസൈൻ വർക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആകെ 35,60,000 രൂപയാണ് ഈ വീടിന്റെ നിർമ്മാണ ചെലവ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളത്. ഇനി സ്ക്വയർ ഫീറ്റ് റേറ്റിൽ കിടക്കുകയാണെങ്കിൽ 2,046 രൂപയോളം ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരും. ഇതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് അല്ല, എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ്. നമുക്ക് ആ ഒരു വീടിന്റെ കൃത്യമായിട്ട് അതിന്റെ ക്വാണ്ടിറ്റി എടുത്ത് ടോട്ടൽ അതിന് എത്ര കോസ്റ്റ് വരും എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയും അതൊന്ന് അതിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു റേറ്റ് കിട്ടും. അതാണ് ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ്. അല്ലാതെ നമുക്ക് വീടിന്റെ പ്ലാനോ ഡിസൈനോ അല്ലെങ്കിൽ സൈറ്റ് ഇതൊന്നും കാണാതെ ആദ്യമേ തന്നെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞിട്ട് വർക്ക് നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. അത് നല്ല രീതിയിൽ നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൃത്യമായിട്ട് ഓരോ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, സൈറ്റ് കണ്ടീഷൻ എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള ഫൗണ്ടേഷൻ ആണ് വേണ്ടത്, ഇതൊക്കെ അനുസരിച്ചിട്ട് ആണ് നമ്മൾ ആ ഒരു വീടിന്റെ ബജറ്റ് നോക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.